AC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 2 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഡൽഹി സ്വദേശിയായ ഹരീഷ് റാണ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എന്തിൻ്റെ പേരിലാണ്? രാജ്യത്ത് ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധം അനുവദിച്ചതിലൂടെ. ഡൽഹി സ്വദേശിയായ ഹരീഷ് റാണ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എന്തിൻ്റെ പേരിലാണ്? രാജ്യത്ത് ആദ്യമായി സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധം അനുവദിച്ചതിലൂടെ. ഛത്തീസ്ഗഡ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരിക്കെ താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ 13 വർഷമായി അബോധാവസ്ഥയിൽ കഴിഞ്ഞ ഹരീഷിന് നൽകിയിരുന്ന ചികിത്സ പിൻവലിക്കാനാണ് മാർച്ച് 11 കോടതി ഉത്തരവിട്ടത്. മാർച്ച് 24 ഡൽഹി എയിംസിൽ വെച്ച് 32കാരനായ ഹരീഷ് മരണത്തിന് കീഴടങ്ങി. യുത്തനേസ്യ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നല്ല മരണം എന്നാണ്. യുത്തനേസ്യ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നല്ല മരണം. ലോക സന്തോഷ ദിനം എന്നാണ് മാർച്ച് 20 കേട്ടോ. അപ്പോൾ ലോക സന്തോഷ ദിനം എന്നാണ് മാർച്ച് 20. കെയറിങ് ആൻഡ് ഷെയറിങ് എന്നതാണ് 2026 ദിനാചരണ വിഷയം. കെയറിങ് ആൻഡ് ഷെയറിങ് എന്നതാണ് 2026 ദിനാചരണ വിഷയം. ദിനാചരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധപ്പെടുത്തിയ ലോക സന്തുഷ്ടി സൂചികയിൽ ലോകത്തെ ഏറ്റവും സന്തുഷ്ട രാജ്യമെന്ന ബഹുമതി തുടർച്ചയായി 9ാം തവണയും ഫിൻലാൻഡ് നിലനിർത്തി. ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, കോസ്റ്ററിക്ക തുടങ്ങിയവയാണ് തൊട്ടു പിന്നിൽ കേട്ടോ. അപ്പോൾ കെയറിങ് ആൻഡ് ഷെയറിങ് എന്നതാണ് 2026 ദിനാചരണ വിഷയം. ദിനാചരണവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധപ്പെടുത്തിയ ലോക സന്തുഷ്ടി സൂചികയിൽ ലോകത്തെ ഏറ്റവും സന്തുഷ്ട രാജ്യമെന്ന ബഹുമതി തുടർച്ചയായിട്ട് 9ാം തവണയും ഫിൻലാൻഡ് നിലനിർത്തി. ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, കോസ്റ്ററിക്ക തുടങ്ങിയവയാണ് തൊട്ടു പിന്നിൽ. സൂചികയിലെ 147 രാജ്യങ്ങളിൽ 116ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏറ്റവും അസന്തുഷ്ട രാജ്യം അഫ്ഗാനിസ്ഥാൻ 147ാമത് കേട്ടോ. സൂചികയിലെ 147 രാജ്യങ്ങളിൽ 116ാം സ്ഥാനത്താണ് ഇന്ത്യ. ഏറ്റവും അസന്തുഷ്ട രാജ്യം അഫ്ഗാനിസ്ഥാൻ 147ാമത്തെ സ്ഥാനമാണ്. അടുത്തിടെ ഏത് പദവികൾ വഹിക്കുന്നവർക്കെതിരെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ. അടുത്തിടെ ഏത് പദവികൾ വഹിക്കുന്നവർക്കെതിരെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സ്പീക്കർക്കെതിരെയുള്ള പ്രമേയം ലോക്സഭയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ളത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാനും തള്ളി. സ്പീക്കർക്കെതിരെയുള്ള പ്രമേയം ലോക്സഭയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയുള്ളത് ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ ചെയർമാൻ അതായത് CP രാധാകൃഷ്ണൻ തള്ളി എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ അഭിപ്രായ ഐക്യരൂപവൽക്കരണം സംബന്ധിച്ച സിദ്ധാന്തങ്ങളിലൂടെ ശ്രദ്ധേയനായ ജർമ്മൻ ദാർശനികൻ അന്തരിച്ചു. പേര് യൂർഗൻ ഹാബർമാസ്. രാഷ്ട്രീയ അഭിപ്രായ ഐക്യരൂപവൽക്കരണം സംബന്ധിച്ച സിദ്ധാന്തങ്ങളിലൂടെ ശ്രദ്ധേയനായ ജർമ്മൻ ദാർശനികൻ അന്തരിച്ചു. പേര് യൂർഗൻ ഹാബർമാസ്. 96 വയസ്സായിരുന്നു. തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ. എറണാകുളത്തെ ആരുടെ വസതിയിലാണ് അന്താരാഷ്ട്ര നിയമ ഗവേഷക സ്ഥാപനവും സ്മാരകവും നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്? ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ. എറണാകുളത്തെ ആരുടെ വസതിയാണ് അന്താരാഷ്ട്ര നിയമ ഗവേഷണ സ്ഥാപനവും സ്മാരകവും നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്? ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ. പ്രഥമ കേരള മന്ത്രിസഭയിലെ നിയമമന്ത്രിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ കൃഷ്ണ അയ്യർ 1960 മുതൽ താമസിച്ചിരുന്ന സദ്ഗമയ എന്ന വസതിയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് മാറുന്നത്. പ്രഥമ കേരള മന്ത്രിസഭയിലെ നിയമമന്ത്രിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ കൃഷ്ണ അയ്യർ 1960 മുതൽ താമസിച്ചിരുന്ന സദ്ഗമയ എന്ന വസതിയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് മാറുന്നത്. തമിഴ്നാട്ടിലെ ടൂത്തിക്കോറിൻ വിമാനത്താവളം ഏതു പേരിലാണ് മാർച്ചിൽ പുനർനാമകരണം ചെയ്തത്? തൂത്തുക്കുടി. തമിഴ്നാട്ടിലെ ടൂത്തിക്കോറിൻ വിമാനത്താവളം ഏതു പേരിലാണ് മാർച്ചിൽ പുനർനാമകരണം ചെയ്തത്? തൂത്തുക്കുടി. ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 98ാമത് അതായത് 2026 98ാമത് ഓസ്കാർ പുരസ്കാര ജേതാക്കൾ ആരെല്ലാമാണ്? 98ാമത് 2026 ഓസ്കാർ പുരസ്കാര ജേതാക്കളിൽ ഓർത്തിരിക്കേണ്ടവയിൽ ചിലത് കേട്ടോ. മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ.
ഇതിൻ്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുമായി. അപ്പോൾ മികച്ച സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇതിൻ്റെ സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനുമായി. മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ, സിന്നേഴ്സ് കേട്ടോ. മികച്ച നടൻ മൈക്കിൾ ബി ജോർദൻ, സിന്നേഴ്സ്. നടി ജെസ്സി ബക്ലി, ഹാംനെറ്റ്. നടി ജെസ്സി ബക്ലി, ഹാംനെറ്റ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 6 പുരസ്കാരങ്ങൾ നേടി കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമ 6 പുരസ്കാരങ്ങൾ നേടി. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നോർവേ ചിത്രം സെൻറ്റിമെൻ്റൽ വാല്യൂ നേടി. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നോർവേ ചിത്രം സെൻറ്റിമെൻ്റൽ വാല്യൂ നേടി. ഇന്ത്യൻ നടി പ്രിയങ്ക ചോപ്രയും ഓസ്കാർ വേദിയിൽ അവതാരകയായി എത്തിയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നടി പ്രിയങ്ക ചോപ്രയും ഓസ്കാർ വേദിയിൽ അവതാരകയായി എത്തിയിരുന്നു. ആദ്യമായി മികച്ച കാസ്റ്റിങ്ങിനുള്ള പുരസ്കാരം ഇക്കുറി നൽകി. അപ്പോൾ ആദ്യമായിട്ടാണ് മികച്ച കാസ്റ്റിങ്ങിനുള്ള പുരസ്കാരം ഈ പ്രാവശ്യം നൽകുന്നത് കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൂടെ കസാൻഡ്ര കുലുഗുൻഡിസ് ജേതാവായി. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിലൂടെ കസാൻഡ്ര കുലുഗുൻഡിസ് ജേതാവായി. നെക്സ്റ്റ് പോയിന്റ്, 1992 ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞ തമിഴ്നാട്ടിലെ തൂത്തിക്കോറിൻ വിമാനത്താവളം ഏത് പേരിലാണ് മാർച്ചിൽ പുനർനാമകരണം ചെയ്തത് നമ്മൾ പറഞ്ഞു, തൂത്തുക്കുടി. 1992 ഈ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ മായാമനുഷ്യൻ എന്ന നോവൽ എഴുതിയത് എൻ പ്രഭാകരനാണ് കേട്ടോ. മലയാളത്തിൽ നിന്ന് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതി ഏതാണ്? മായാമനുഷ്യനാണ്. ഇത് നോവലാണ്. എൻ പ്രഭാകരനാണ് എഴുതിയത് കേട്ടോ. പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻ പ്രഭാകരൻ. 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഈയിടെ ചുമതലയേറ്റു. പേര് ഡോക്ടർ കെ സിന്ധു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഈയിടെ ചുമതലയേറ്റു. പേര് ഡോക്ടർ കെ സിന്ധു. പാലക്കാട് ഷോളയൂർ സ്വദേശിയായ സിന്ധു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വെറ്റിനറി ഡോക്ടർ കൂടിയാണ്. പാലക്കാട് ഷോളയൂർ സ്വദേശിയായ സിന്ധു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വെറ്റിനറി ഡോക്ടർ കൂടിയാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് VP സാനു. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് VP സാനു. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം 2026 നേടിയത് രാകേഷ് ശർമ്മ കേട്ടോ. വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം 2026 നേടിയത് രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് ഇദ്ദേഹം. 2,00,000 രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് ഇദ്ദേഹം. 2,00,000 രൂപയാണ് സമ്മാനത്തുക. ജനപ്രീതി നേടിയ ചാര നോവലുകളുടെ രചയിതാവായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മാർച്ച് 17 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ലെൻ ഡെയ്റ്റൺ. ജനപ്രീതി നേടിയ ചാര നോവലുകളുടെ രചയിതാവായ ബ്രിട്ടീഷ് എഴുത്തുകാരൻ മാർച്ച് 17 അന്തരിച്ചു. പേര് ലെൻ ഡെയ്റ്റൺ. 97 വയസ്സായിരുന്നു കേട്ടോ. ദി ഇപ്ക്രസ് ഫയൽ 1962 ആദ്യ നോവൽ കേട്ടോ. ദി ഇപ്ക്രസ് ഫയൽ 1962 ആദ്യ നോവലാണ്. ഫ്യൂണറൽ ഇൻ ബെർലിൻ, ദി $1 ബില്യൺ ബ്രെയിൻ, ആൻഡ് എക്സ്പെൻസീവ് പ്ലേസ് ടു ഡേ തുടങ്ങിയ പ്രധാന നോവലുകൾ പാചക ഗ്രന്ഥങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് മേതിൽ രാധാകൃഷ്ണൻ. ഇത്തവണത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് മേതിൽ രാധാകൃഷ്ണൻ. ഇതാട്ടോ പിക്ചർ പറയണ്ടേ, മേതിൽ രാധാകൃഷ്ണൻ. 2026 മാർച്ച് 19 അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകൻ മെല്ലി ഇറാനി. 2026 മാർച്ച് 19 അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകൻ മെല്ലി ഇറാനി. മുംബൈയിലെ പാഴ്സി കുടുംബത്തിൽ ജനിച്ച ഇറാനി 1962 ജ്ഞാനസുന്ദരി എന്ന മലയാള ചിത്രത്തിലൂടെ സ്വതന്ത്ര ഛായാഗ്രാഹകനായി. മുംബൈയിലെ പാഴ്സി കുടുംബത്തിൽ ജനിച്ച ഇറാനി 1962 ജ്ഞാനസുന്ദരി എന്ന മലയാള ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര ഛായാഗ്രാഹകനായിട്ട് മാറിയത്. തമിഴ്, തെലുങ്കു സിനിമകൾക്ക് പുറമെ 47 മലയാള ചിത്രങ്ങളിൽ ക്യാമറമാനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമയായ ആലം ആരയുടെ 1931 ഛായാഗ്രാഹകരിൽ ഒരാളായ ആദി M ഇറാനിയുടെ പുത്രനാണ് കേട്ടോ.
ഇനി ചൈനയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി വിക്രം കെ ദുരൈസ്വാമി. ചൈനയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി വിക്രം കെ ദുരൈസ്വാമി. UK-യിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്നു പെരിയസ്വാമി കുമാരനാണ് UK-യിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ. UK-യിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്നു പെരിയസ്വാമി കുമാരനാണ് UK-യിലെ പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ. അന്തരിച്ച ഹോളിവുഡ് നടൻ വാൽകിൽമർ അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? മരിച്ച് 1 വർഷം കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെ. അന്തരിച്ച ബോളിവുഡ് നടൻ വാൽകിൽമർ അടുത്തിടെ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? മരിച്ച് 1 വർഷം കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്നതിലൂടെ. വിയോഗത്തിന് 5 വർഷം മുമ്പ് ആസ് ഡീപ്പ് ആസ് ദി ഗ്രേവ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കിൽമർ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 1 അന്തരിച്ചു. വിയോഗത്തിന് 5 വർഷം മുമ്പ് ആസ് ഡീപ്പ് ആസ് ദി ഗ്രേവ് എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കിൽമർ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 1 അന്തരിച്ചു. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക്